ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് എന്റെ അനിയത്തിയുടെ നവ്യ, അപ്പൊ അവള് UK പോവാണ്. അപ്പൊ നമ്മള് പാക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണല്ലേ. 2 മണിക്കൂർ ഇവിടുത്തെ ജീവിതത്തിന് വിട പറഞ്ഞുകൊണ്ട് UK പറക്കുകയാണ്. അതെ, എന്താ പറയാനുള്ളത് പോയിക്ക്? എന്താ പറയാനുള്ളത്, വേറൊരു ലൈഫ് ചാപ്റ്റർ ബിഗിൻസ് അല്ലേ? സങ്കടമുണ്ടോ ഞാൻ പോണല്ലേ? എനിക്ക് സങ്കടമുണ്ട്. സങ്കടമുണ്ടോ? അതിന്റെ മുഖത്തൊന്നും കാണുന്നില്ല. മുഖത്ത് കാണണമെന്നില്ല. ഇവിടെ ഇന്നലെ കരച്ചിലൊക്കെ ആയിരുന്നു, അമ്മയും പൂജയും കെട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെ. ഇനിയിപ്പൊ പോയി കഴിഞ്ഞാൽ ഒരു 1.5 വർഷം കഴിയും കാണാം അല്ലേ. ആ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കാണിച്ചു തരാം. പാക്ക് ചെയ്ത് കൊടുത്താണ്ടോ ഈ പറ്റിയൊക്കെ. എന്താ ഇവിടെ വെയിറ്റ്ഫുൾ ആയാ? വെയിറ്റ്ഫുൾ ആയാ? അധികം വെയിറ്റ് ഇല്ല, അത് കൊണ്ടുവന്നുണ്ട്. പൂജ പോണേന്റെ വിഷമത്തിലാട്ടോ അമ്മയും ഞാനും എല്ലാരും. അമ്മലിന്റെ പേരൻസ് ബാക്കിയെല്ലാം പാക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തു. പിന്നെ പൂജ മൊത്തത്തില് ടെൻഷനിലോട് കിടക്കുകയാണ്. അമ്മക്ക് എന്നാ പറയാനുള്ള പൂജ പോണെ കുറിച്ച്? അമല എന്നാ പറയാനുള്ളേ? സന്തോഷം, എക്സൈറ്റഡ്. അമല ആദ്യമായിട്ടില്ലേ ഒരാളെ കൊണ്ട് പോണേ? എപ്പോഴും അമല ഒറ്റയ്ക്കാ പോണേ. എന്താ ആന്റിക്ക് പറയാനുള്ളേ? നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിച്ചന്. അഡ്വഞ്ചർ ട്രിപ്പ് അത് വണ്ടി വെച്ച് കെട്ടാം, കേറിക്കോ. റെഡി ആവാ അമ്മ, റെഡി ആവാ. നമുക്ക് പെട്ടെന്ന് ഉമ്മ. പൂജനെ ഇനിയും കാണാൻ ഒരു 1.5 വർഷം കഴിയുമെന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. എന്നാലും ഞാൻ കരയാതെ പിടിച്ചു നിന്നു. നമ്മൾ ഇറങ്ങിയത് കറക്റ്റ് സമയത്താണെങ്കിലും നമ്മൾ ട്രാഫിക്കിൽ പെട്ടു. അമലും അമലിന്റെ പേരൻസ് വേറെ വണ്ടിയിലായിരുന്നു. നമ്മൾ കറക്റ്റ് ഒരു ട്രാഫിക്കിൽ പെട്ടുപോയി. ജാഥ വരുന്നുണ്ടായിരുന്നു. ആനയാണ്. പല പള്ളിപ്പെരുന്നാളും ഉത്സവങ്ങളൊക്കെ ആയിട്ട് ജാഥ ഉണ്ടായിരുന്നു വഴിയിൽ. അങ്ങനെ ജസ്റ്റ് അമലിന്റെ വണ്ടി കയറിപ്പോയപ്പോൾ 1 മിനിറ്റ് ബാക്കിലായിരുന്നു നമ്മൾ. കറക്റ്റ് ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു. 2 സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു. പോണ സമയം നല്ല ഐശ്വര്യമുണ്ട്. ടെൻഷൻ അടിച്ച് ഫ്ലൈറ്റ് മിസ്സാവുമെന്ന് വിചാരിച്ച് പൂജ അവിടെ ഇരുന്ന് പ്രാർത്ഥന തുടങ്ങി. എനിക്കാണെങ്കിലും ടെൻഷൻ അടിച്ചിട്ട് രക്ഷയില്ല. എന്നാലും ദൈവം സഹായിച്ച് നമ്മൾ അവിടെ എത്തി കേട്ടോ. ടെൻഷൻ അടിച്ചിരിക്കുന്ന പൂജ കാണാം. ഇനി ഒരിക്കലും ഫ്ലൈറ്റ് മിസ്സാവാതിരിക്കാൻ ഈ കറക്റ്റ് സമയത്ത് ഇറങ്ങുന്ന പരിപാടി നിർത്തിയിട്ട് കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങാൻ നമ്മൾ തീരുമാനിച്ചു. നമ്മുടെ വീട്ടിലിപ്പോൾ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും ആരും ഇങ്ങനെ എബ്രോഡ് പോയി നിന്ന് 1 ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് ഇനി കാണാൻ പറ്റുമെന്നുള്ള അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. എന്താണ് നമ്മൾ ചെന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ്സ് അവിടെ കിട്ടി. ഞാൻ സേലത്തും പൂജ തൃശ്ശൂരിലാണ് പഠിച്ചെങ്കിലും നമ്മൾ കാണാതെ അധികം ഇരുന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊരു വലിയൊരു ചേഞ്ചാണ്. അതെന്താ ലിപ്സ്റ്റിക്കാ? എല്ലാവർക്കും ഉമ്മോടത്ത് ലിപ്സ്റ്റിക് ആക്കി വെച്ചേക്കാ. അങ്ങനെ പൂജ തിരിഞ്ഞ് നോക്കി പോവുകയാണ്. എന്തായാലും അവിടെ ചെന്നിട്ട് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അവിടുത്തെ എക്സാംസ് എഴുതണം, ജോബ് കിട്ടണം. നമ്മൾ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. ഇപ്പൊ രാത്രി 12 മണി ആവാറായി. അമ്മ ഉറങ്ങി ബാക്കിൽ. ക്ലിയർ അല്ല. അങ്ങനെ എന്റെ അനിയത്തി കുട്ടി പൂജ പോയിരിക്കുകയാണ്.
യെസ് പറന്ന് പറന്ന് UK. Next we'll be visiting them in UK. പൂജ ആദ്യം ചോദിച്ചല്ലോ നിനക്ക് വിഷമമൊന്നും കാണാനില്ലല്ലോ എന്ന്. വിഷമമൊക്കെ ഞാൻ ഈ പോണ വഴിക്കായിരുന്നു കേട്ടോ കരഞ്ഞു തീർത്തത്. നമ്മ കരച്ചിലൊക്കെ ഉറങ്ങി തീർന്നു. കരച്ചിലൊക്കെ അമ്മ ഇന്നലെ കുറെ കരഞ്ഞു. ഗുഡ് നൈറ്റ് ഗൈസ്.